പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ ഐതിഹ്യത്തോളം പഴക്കമുള്ള ഒരു ചിറയെപ്പറ്റി പറയാം. കിടാച്ചിറ. കൊച്ചി മധുര ദേശീയപാതയിൽ കോലഞ്ചേരിയിൽ നിന്നും മൂവാറ്റുപുഴ റൂട്ടിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിടാച്ചിറയായി. സാധാരണയുള്ള ചെറിയൊരു ജലാശയമെന്നേ ഇപ്പോൾ തോന്നും. കുറച്ചു നാൾ മുമ്പ് പായൽ നിറഞ്ഞു കിടന്ന ചിറ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ വൃത്തിയാക്കി. അതിനുശേഷം ചിറയിൽ പായൽ ഒന്നുമില്ല. കിടാച്ചിറയ്ക്ക് ആ പേര് വന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. ഐതിഹ്യകാലത്ത് നമുക്ക് ആവശ്യമുള്ളത് ആ ചിറയ്ക്ക് സമീപം വന്ന് വിളിച്ചു പറഞ്ഞാൽ കിട്ടുമായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. പ്രത്യേകിച്ച് സദ്യയ്ക്കും മറ്റും ഭക്ഷ്യവസ്തുക്കൾ ഒരുക്കുവാനും പാകം ചെയ്യുവാനുമുള്ള വലിയ ചെമ്പ് പാത്രങ്ങളും ഓട്ട് വാർപ്പുകളും നമ്മുടെ ആവശ്യം പറഞ്ഞു വിളിച്ചാൽ പിറ്റേ ദിവസം ആ വസ്തുക്കളെല്ലാം അവിടെ ഉണ്ടാകും. ഒരിക്കൽ ഒരാൾ വിളിച്ചു ചൊല്ലിപ്പറഞ്ഞ് പാത്രങ്ങളും മറ്റും വാങ്ങിയിട്ട് തിരികെ നൽകിയില്ല. അതിനുശേഷം ആർക്കും ആ സഹായം കിടക്കാതായി. കിടയ്ക്കുക എന്ന തമിഴ് വാക്കിനർത്ഥം കിട്ടുക എന്നും കിട എന്ന വാക്കിനർത്ഥം കിട്ടില്ല എന്നുമാണ്. വിളിച്ചു ചൊല്ലിപ്പറഞ്ഞ വസ്തുക്കൾ പിന്നീട് കിടയ്ക്കാതെ വന്നപ്പോൾ ആ ചിറ കിടാച്ചിറയായി മാറി. കിടാച്ചിറയ്ക്ക് പിന്നിലുള്ള വാരപ്പെട്ടി മലയുടെ ഉൾഭാഗത്ത് ഗുഹാവാസികൾ വസിച്ചിരുന്നുവെന്നും അവരാണ് ആവശ്യക്കാർക്ക് ഓരോന്നും നൽകിയിരുന്നതെന്നും പറയപ്പെടുന്നു. കടമറ്റത്ത് കത്തനാരുടെ ബാല്യകാലത്ത് കാലികളെ മേയ്ക്കുവാനും മറ്റും പോയിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ ആയിരിക്കാം. 1992 ഇതിന് സമീപം ഒരു ഗുഹാ കവാടം കണ്ടെത്തിയിരുന്നു. കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ അവിടെ എത്തുകയും ഗുഹയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രദേശമൊക്കെ സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ്. ഇന്ന് കിടാച്ചിറ ഭാഗത്തൂടെ സഞ്ചരിക്കുന്നവർ ഒന്നോർക്കുക, ഈ കൊച്ചു ജലാശയത്തെ ചെറിയൊരു ചിറയായി മാത്രം കാണേണ്ട. ഐതിഹ്യകാലത്തോളം പഴക്കമുള്ള കഥകൾ കടമറ്റം പോലെ ഈ കിടാച്ചിറയ്ക്കും ഉണ്ടെന്നോർക്കുക. ഈ ചിറയുടെ ഐതിഹ്യ പ്രാധാന്യം മനസ്സിലാക്കി ഇത് തിരിച്ചറിയത്തക്കവണ്ണം കിടാച്ചിറ എന്നൊരു ബോർഡ് വയ്ക്കേണ്ടത് വളരെ നല്ലത് തന്നെ.